ആശാ വർക്കർമാർക്ക് ആശ്വാസ പ്രഖ്യാപനവുമായി കണ്ണൂർ കോർപ്പറേഷൻ ബജറ്റ്. ഓരോ ആശാ വർക്കർമാർക്കും പ്രതിമാസം 2000 രൂപയാണ് അധികമായി ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. 591,24,548 രൂപ വരവും 504,44,44,666 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര അവതരിപ്പിച്ചത്. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചുമാറ്റി മൾട്ടിപർപ്പസ് കൺവെൻഷൻ സെന്റർ സ്ഥാപിക്കുന്നതിന് 40 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നൈറ്റ് മാർക്കറ്റിന് 1 കോടിയും മരക്കാർ കണ്ടിയിൽ വ്യാപാര സമുച്ചയം സ്ഥാപിക്കാൻ 1 കോടിയും വകയിരുത്തി. ഭിന്നശേഷിക്കാർക്ക് ഡിഫറന്റ്ലി ആർട്ട് ആൻഡ് കൾച്ചറൽ സെന്റർ സ്ഥാപിക്കാൻ 10 ലക്ഷവും അംഗൻവാടികൾ ബാലസൗഹൃദമാക്കാൻ 1 കോടിയും നീക്കിവെച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ചർച്ചകളിൽ നിറയുന്നത് ലഹരിയും ആക്രമണവുമാണല്ലോ. കളിസ്ഥലങ്ങളുടെയും വിനോദ കേന്ദ്രങ്ങളുടെയും കുറവ് യുവജനങ്ങളെ മറ്റു പാതയിലേക്ക് തള്ളിവിടുന്നുണ്ടാകും. യുവജനം എന്ന സമ്പത്തിനെ നാടിന്റെ നന്മയ്ക്കും വികസനത്തിനും ഉയർച്ചയ്ക്കും ഏറെ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതുണ്ട്. അവരെ നാടിന്റെ സ്വത്താക്കി തീർക്കണം. നാടിന്റെ കായിക വികസനത്തിനായി പള്ളിയാമൂലയിൽ കോർപ്പറേഷന്റെ അധീനതയിലുള്ള 87 സെന്റ് സ്ഥലത്ത് സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഇതിന്റെ പ്രാരംഭ പ്രവൃത്തിക്കായി 20 ലക്ഷം രൂപ ലോകത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ നാടും മാറേണ്ടതുണ്ട്. രാത്രികളെ പകലാക്കുക എന്നത് വർത്തമാനകാലത്ത് വെറും പ്രയോഗമല്ല, യാഥാർത്ഥ്യമാണ്. ഭവനരഹിതർക്ക് ഫ്ളാറ്റ് പണിയാൻ 1 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ട് സംരക്ഷിക്കാൻ 1 കോടിയും ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ബയോഡൈവേഴ്സിറ്റി പാർക്ക് സ്ഥാപിക്കാൻ 5 ലക്ഷം രൂപയും ചേലോറയിൽ കളിസ്ഥലം നവീകരിക്കാൻ 20 ലക്ഷം രൂപയും മാറ്റിവെച്ചു. 2024-25 വർഷത്തെ പ്രഖ്യാപനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള പ്രതിബദ്ധത നമ്മൾ മറന്നിട്ടില്ല. എന്നാൽ പുതിയ വർഷത്തെ വരവേൽക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. ഈ വർഷം പലതുകൊണ്ടും പ്രാധാന്യമുള്ളതാണ്. ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ തുടങ്ങിവെച്ചിട്ടുള്ള കർമ്മ പദ്ധതികൾ പൂർത്തിയാക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കും. പുതിയ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ ഒറ്റക്കെട്ടായി നടത്തുന്നതാണ്. കോർപ്പറേഷൻ ഡിവിഷനുകളിൽ കളിസ്ഥലത്തിനും ബജറ്റ് വിഹിതമുണ്ട്. ഒരു ഡിവിഷനിൽ ഒരു കളിക്കളത്തിന് 1 കോടി രൂപയും തെരുവുനായ നിയന്ത്രണത്തിന് ABC സെന്റർ സ്ഥാപിക്കുന്നതിന് 50 ലക്ഷം രൂപയും ട്രാൻസ്ജെൻഡർ ക്ഷേമത്തിന് 10 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. പയ്യാമ്പലം മുതൽ അഴീക്കോട് മീൻകുന്ന് വരെ സഞ്ചാരപാത ഒരുക്കുന്നതിന് 12 ലക്ഷം രൂപയും പട്ടികജാതി വികസനത്തിന് 4 കോടിയും പട്ടികവർഗ വികസനത്തിന് 40 ലക്ഷം രൂപയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് 2.3 കോടി രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 3.30 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കണ്ണൂർ 1 കണ്ണൂർ. ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ. We'll treat you well. ചാല ഈസ്റ്റ്, കണ്ണൂർ.